ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് ബെസേലിയസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നു. ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പ്, 1280 വർഷത്തിന് ശേഷം യൂറോപ്പിന് പുറത്തു നിന്നുള്ളൊരു പോപ്പ്, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ. പക്ഷേ അദ്ദേഹം പ്രവൃത്തിയിലൂടെ വ്യത്യസ്തമായത് അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളുടെ പേരിലാണ്. അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും ബിഷപ്പ് ഓർത്തെടുക്കുന്നത്? നമുക്ക് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് സംസാരിക്കുന്നതിന് നമുക്ക് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കെല്ലാം സന്തോഷമാണ്. കാരണം ഹൃദ്യമായ നടപടിക്രമം അദ്ദേഹം ഞങ്ങളോടെല്ലാവരോടും പുലർത്തിയിരുന്നു. സഭയിൽ അദ്ദേഹത്തിന്റെ സഹകാരികളോടൊക്കെ പുലർത്തിയിരുന്നു. ചില കാര്യങ്ങളിൽ അതീവ കാർക്കശ്യക്കാരനാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാ. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സഭാ ശുശ്രൂഷയായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ആർദ്രതയുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അവഗണിക്കപ്പെടുന്നു, ദുർബലരായ മനുഷ്യർ, ആരുമില്ലാത്തവർ, അല്ലെങ്കിൽ അധികാരം കൊണ്ട് ഞെരുക്കപ്പെടുന്നവർ, അങ്ങനെയുള്ളവരോട് പാപ്പ അസാധാരണമായ ഒരു അടുപ്പം കാണിക്കും. അതാണ് ഈ അഭയാർത്ഥികളുടെ വിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പ എടുത്ത നിലപാട്. അവർക്കിപ്പോൾ ഒരു സ്ഥലവുമില്ല, ആരുമില്ല, അവരെ ഓണപ്പ് ചെയ്യുന്ന ഒരു നേതാവുമില്ല. ദേ ആർ ഓൺ ദ സ്ട്രീറ്റ്, അവർ വഴിയിലാണ്. അപ്പോൾ നിങ്ങൾ അനാഥരല്ലെന്നാണ് ഫ്രാൻസിസ് പാപ്പ അവരോട് പറഞ്ഞത്. നിങ്ങൾ സുരക്ഷിതമായി നിങ്ങൾ കഴിയുവാനുള്ള ക്രമം ലോകം തന്നെ ഒരുക്കും. അതിന്റെ സിംബോളിക്കായി മാർപ്പാപ്പ തന്നെ വിമാനത്തിൽ ഒരു കുടുംബത്തെ വത്തിക്കാനിലേക്ക് കൊണ്ടുവന്ന് റോമിൽ താമസിപ്പിച്ച കാര്യം നമുക്ക് അറിയാവുന്നു. കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയുടെ ജോലിയല്ലല്ലോ ഒരു അഭയാർത്ഥിയെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. ക്രമീകരണങ്ങൾ പറഞ്ഞാൽ ചെയ്യാവുന്ന ഒട്ടനേകം ആളുകൾ ചുറ്റുപാടുമുണ്ട്, സഹപ്രവർത്തകരായിട്ടുണ്ട്, രാജ്യത്ത് ഭരിക്കുന്നവരായിട്ടുണ്ട്. പക്ഷേ ഫ്രാൻസിസ് പാപ്പ ചെയ്തത് ഒരു കുടുംബത്തെ സ്വന്തം യാത്ര ചെയ്ത് ഹെലികോപ്റ്ററിൽ കൂടെ കൊണ്ടുവന്ന്, അത് മുസ്ലിം കുടുംബമാണ്, കൊണ്ടുവന്ന് റോമിൽ അവരെ താമസിപ്പിച്ച ഒരു കാര്യം. അതിനെയൊക്കെ നിശിതമായി വിമർശിച്ച് സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ആ വിമർശനം കൊണ്ടൊന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ജീവിത സമീപനം മാറ്റിയിട്ടില്ല. അദ്ദേഹം അത് ലോകത്തിന്റെ ഒരു മനസാക്ഷി രൂപീകരണത്തിന് ഇത് ആവശ്യമാണെന്ന ബോധ്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുത്തിരുന്നത്. ഈ സഭയും സന്യസ്ത സമൂഹവും ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന കാലത്ത് സഭയെ ആഗോളതലത്തിൽ നയിക്കേണ്ടി വന്ന ഒരു പിതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുത്ത പല നിലപാടുകൾ, പ്രത്യേകിച്ച് സ്വർഗാനുരാഗികളുടെ കാര്യത്തിലടക്കം, സഭയ്ക്കകത്ത് വിമർശനങ്ങൾക്കും സഭയ്ക്ക് പുറത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരെ ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ മാറിയിരുന്നു. ആ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ ഇപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ സഭ എടുക്കുന്ന നിലപാടുകളിലെ ഒരു നിശ്ചയദാർഢ്യം, അതിന് സഭയ്ക്കുള്ളിലുള്ളവർക്ക് ചിലപ്പോൾ വലിയ അമർഷമുള്ളവരൊക്കെ കാണും. ഇത് പുറത്തുള്ളവർക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ വലിയ ആനന്ദമുണ്ടാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു വ്യക്തിയുടെ ഒരു സ്വീകാര്യതയോ നിലപാടിന്റെ ആധികാരികതയോ നമ്മൾ വിലയിരുത്തുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത നിലപാടിൽ ഞാൻ കാണുന്ന വ്യക്തത, എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടണം. എവരിബഡി ഷുഡ് ബി റെസ്പെക്റ്റഡ്. ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നുണ്ട്, അവരായിരിക്കുന്ന അവസ്ഥയിൽ. ഇവിടെ പ്രതിസന്ധി ഉണ്ടാകാവുന്നത് ഇതാരെയൊക്കെ സ്നേഹിക്കണം, ആരെയൊക്കെ നിരാകരിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോഴാണ്. ആരെയൊക്കെ സ്നേഹിക്കാതെ ഇരിക്കണം എന്നുള്ളതല്ലല്ലോ ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ഒഴിവാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, നാം ചേർത്ത് നിർത്തുന്നതിനെക്കുറിച്ചാണ്. സഭയ്ക്ക് തീർച്ചയായും സഭയുടെ ചട്ടക്കൂടുകൾ അതിനകത്തുണ്ട്. ആ ചട്ടക്കൂടുകളിലെ മനുഷ്യബന്ധം നഷ്ടപ്പെടാതെ ഇരിക്കണം എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരമായി പറഞ്ഞിരുന്നത്. അതിന് ഓരോ കാറ്റഗറിയിലും ഓരോ തലങ്ങളിലുമുള്ള ആളുകളുണ്ട്, അവരുടെ വിശേഷണങ്ങളുണ്ട്, അവരുടെ പ്രത്യേകതയുണ്ട്. മനുഷ്യന് ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അവബോധമുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ചില പ്രത്യേക
ശക്തിയായി ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് തീർച്ചയായും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. കത്തോലിക്കാ സഭയുടെ നേതാവ് എന്ന നിലയിൽ അത് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായിരിക്കണം എന്നുള്ളത് നമുക്ക് പറയാവുന്ന ഒരു കാര്യവുമല്ല. കാരണം വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേകതയുണ്ട്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പായെ ഉയർത്തി നിർത്തുന്ന പ്രത്യേകത ഒരു മാനവികതയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ്. സംസ്കാരങ്ങൾ, ഉദാഹരണം, നമ്മുടെ രാജ്യത്തെ അദ്ദേഹത്തിന് വലിയ ബഹുമാനമായിരുന്നു. യുവർ കൺട്രി ഈസ് എ ഗ്രേറ്റ് കൺട്രി ആൻഡ് യുവർ കൾച്ചർ ഈസ് എ ഗ്രേറ്റ് കൾച്ചർ. അദ്ദേഹം എന്നോട് പങ്കുവച്ചിട്ടുണ്ട് കാര്യം. പ്രധാനമന്ത്രി അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാർപ്പാപ്പായെ ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം കണ്ട സമയത്ത് ചോദിച്ചു, ഹൗ വാസ് യുവർ വിസിറ്റ്, ഹൗ വാസ് യുവർ മീറ്റിംഗ് വിത്ത് അവർ പ്രൈം മിനിസ്റ്റർ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, യുവർ കൺട്രി ഈസ് എ ഗ്രേറ്റ് കൺട്രി ആൻഡ് യുവർ കൾച്ചർ ഈസ് സച്ച് എ ഗ്രേറ്റ് കൾച്ചർ. അദ്ദേഹം ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, എന്നാണ് ഞാൻ വരേണ്ടത്, നിങ്ങളെന്താ വിളിക്കാത്തത് എന്നിങ്ങനെ തമാശ രൂപേണ ചോദിക്കുമായിരുന്നു. റിയലി വാണ്ടഡ് ടു കം. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളിൽ അതിനനുകൂലമായ സാഹചര്യം വന്നപ്പോഴേക്കും അദ്ദേഹം രോഗിയായി. പിന്നീട് വീൽ ചെയറിലൊക്കെ ഇവിടെ വരിക എന്നുള്ളത് ഒരു പ്രായോഗികമായി ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് അദ്ദേഹത്തിന് അങ്ങനെ യാത്ര ചെയ്ത് ഉണ്ടാകാവുന്ന ഒരു ഇമ്പാക്ട് ഒക്കെ അത്ര പോസിറ്റീവ് അല്ലാതെ വന്ന ഒരു കാലത്താണ് ആ ഒരു ആഗ്രഹം. അതായത് ഈ അനാരോഗ്യം അലട്ടിയിരുന്നില്ലെങ്കിൽ ഉറപ്പായും അദ്ദേഹം ഇന്ത്യയിലെത്തിയാണ്. 100%. ഗവൺമെന്റും അതിന് അനുകൂലമായ ഒരു സമീപനം. ഗവൺമെന്റ് ആ തലത്തിലേക്ക് അടുത്ത് പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ നീക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ മാർപ്പാപ്പയുടെ അനാരോഗ്യം അതിന് ഞാൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ പിൻഗാമി ഇന്ത്യ സന്ദർശിക്കും എന്നതിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഒരു കാര്യം കൂടി, ഈ സന്യസ്ത സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ വൈദികർ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് ഈ കാലഘട്ടത്തിൽ. അതിനെ അതിജീവിക്കാൻ അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്ന ഈ ബൈബിളിനപ്പുറത്തേക്ക് അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്ന പ്രായോഗികമായ ചില സമീപനങ്ങളുണ്ട്. അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. അത് വരുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് മുമ്പിലും ഒരു വെല്ലുവിളിയായി തന്നെ മാറാനല്ലേ സാധ്യത? അത് പുതിയ മാർപ്പാപ്പയോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ പോരെ. അതായത് ഈ വ്യക്തിപരമായി ഓരോരുത്തര് ഈ ശുശ്രൂഷ മനസ്സിലാക്കുമ്പോഴും ഏറ്റെടുക്കുമ്പോഴും ഓരോ മാർപ്പാപ്പമാരും അവരുടെ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ലോകം കണ്ട ഏറ്റവും ആഴപ്പെട്ട ബോധ്യമുള്ള ദൈവശാസ്ത്രജ്ഞനും വിശുദ്ധനുമായ മനുഷ്യനാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോക മനസാക്ഷി രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളയാളാണ്. ഇവരോരോരുത്തരും അവരുടേതായ ജീവിത സാഹചര്യത്തിൽ വന്നവരാണ്. പുതിയ പാപ്പയുടെ മുമ്പിലുള്ള വെല്ലുവിളി ഒരുപക്ഷെ ഫ്രാൻസിസ് പാപ്പായുടെ മുമ്പിലുള്ള വെല്ലുവിളി ആയിരിക്കണം എന്നില്ല. ലോകത്തെ മുഴുവൻ കാണാനും ഓരോ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളിൽ പ്രത്യേകമായ ചില നിഷ്ഠയോടുകൂടിയ സമീപനം ഏറ്റെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു കാര്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വാസ്തവത്തിൽ ഭയമില്ലാത്ത മനുഷ്യനാണ്. കർദിനാൾമാർ ചിലർ എന്നോട് പറഞ്ഞു, ചില ബിഷപ്സ് ഇന്ത്യയിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പായെ കാണുമ്പോൾ പറയണം, ഈ ആൾക്കൂട്ടത്തിലേക്ക് ഒരു സുരക്ഷയുമില്ലാതെ ഇറങ്ങുന്നത് അപകടമാണെന്ന് ആദ്യകാലത്ത് അദ്ദേഹത്തോട് പറയണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പാപ്പായുടെ കാര്യം അതുപോലെ തന്നെ ഒരു വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞു. കുറേ ബിഷപ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ബോധ്യമുണ്ട് ഈ സെക്യൂരിറ്റി അങ്ങനെ ഒരു ലാപ്സ് ആകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് അതല്ല. അപ്പം എന്നോട് ചോദിച്ചു, മരിക്കാൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെറിയ ഭയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയമില്ല. അതോടുകൂടി ആ സംഭാഷണവും സംശയവും നമ്മൾ തീർന്നു. ഹി വാസ് എ ഫ്രീ മാൻ. മാർപ്പാപ്പ ആയ ശേഷം സ്വന്തം നാട്ടിൽ ഒരിക്കൽ പോലും പോകണമെന്ന് തീരുമാനിക്കാത്ത ഒരാളാണ്. 2013 ശേഷം അദ്ദേഹം താമസിച്ചിരുന്ന കെട്ടിടത്തിലോ മുറിയിലോ രാജ്യത്തോ അദ്ദേഹം പോയിട്ടില്ല. അത്ര ഡിറ്റാച്ച്ഡ് ആണ് നമ്മൾ വലുതെന്ന് പറയുന്ന അടുപ്പത്തെക്കുറിച്ച്. ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് കൊടുത്ത ഒരു സന്ദേശം എന്ന് പറയുന്നാൽ മനുഷ്യബന്ധത്തിൽ ദൈവം നിശ്ചയിച്ചതനുസരിച്ചുള്ള ബന്ധം അതിലെല്ലാവരും സ്വീകാര്യരാണ് എന്നുള്ളതാണ്. പിതാവിന്റെ അത്രയും ഒരു ദർശനത്തിന്റെ ആഴമോ പരപ്പോ ഒന്നും ഇല്ലാത്ത നമുക്ക് ഒരുപക്ഷെ
അത്ര വേഗത്തിൽ അത് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അദ്ദേഹം മുമ്പോട്ട് വെച്ച മാനവികത അത് വെറും മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളത് വാസ്തവമാണ്. വളരെയധികം നന്ദി. താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു.